നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൽദായ സുറിയാനി സഭ മുൻ മെത്രാപ്പൊലീത്ത മാർ എഫ്രേം തിരുമേനി കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സുവോളജിക്കൽ പാർക്ക് തുറന്നു നൽകുമ്പോൾ KSRTC ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതാ പരിശോധന മന്ത്രി K. രാജന്റെ നേതൃത്വത്തിൽ നടന്നു. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് LDF നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മന്ത്രി വീണയുടെ രാജി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തകൾ വിശദമായി. കൽദായ സുറിയാനി സഭയുടെ മുൻ മെത്രാപ്പൊലീത്ത മാർ എഫ്രേം തിരുമേനി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ദീർഘകാലം കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്തയായി സേവനമനുഷ്ഠിച്ച മാർ എഫ്രേം ഇന്ന് പുലർച്ചെ 9:40 അന്തരിച്ചത്. തൃശൂരിലെ സഭാസ്ഥാനത്താണ് അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. 1968 സെപ്റ്റംബർ 29 മാർ എഫ്രേം മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റെടുത്തത്. തൃശൂർ സ്വദേശിയായ മാർ എഫ്രേം 1965 ജൂൺ 13 പട്ടം സ്വീകരിച്ചു. തുടർന്ന് സ്തുത്യർഹമായ സേവനം കണക്കിലെടുത്ത് 3 വർഷത്തിനുള്ളിൽ മെത്രാപ്പൊലീത്തയായി സ്ഥാനാരോഹണം ചെയ്യുകയായിരുന്നു. 1940 ജൂൺ 13 തൃശൂരിൽ ജനിച്ച ഗീവർഗീസ് മൂക്കനാണ് പിന്നീട് മാർ എഫ്രേം മെത്രാപ്പൊലീത്തയായി സഭയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നത്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ന്യൂയോർക്കിലെ സെറാബൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിക്കൽ ബിരുദവും സമ്പാദിച്ചു. സെമിനാരി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. നർമ്മരസം തുളുമ്പുന്ന പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ ആകർഷിക്കാനുള്ള മെത്രാപ്പൊലീത്തയുടെ കഴിവ് ശ്രദ്ധേയമായിരുന്നു. 7, 8, 9 ദിവസങ്ങളിൽ പൊതുദർശനത്തിനായി മാർത്തുമറിയം വലിയ പള്ളിയിൽ വെച്ചിരിക്കുന്നു. 10-ാം തീയതി രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് സംസ്കാര ശുശ്രൂഷകളും മാർത്തുമറിയം വലിയ പള്ളിയിൽ നടക്കും. 11 മണിക്ക് നഗരി കാണിക്കൽ, 1 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷ കുരുവിളച്ചൻ പള്ളിയിൽ നടക്കും. തുടർന്ന് 3 മണിക്ക് അനുശോചന സമ്മേളനം ഉണ്ടായിരിക്കും. കഴിഞ്ഞ 57 വർഷം രാവിലെ 9 മണിക്കാണ് കാലം ചെയ്തത്. അത് വളരെ പ്രസംഗത്തോടുകൂടെ ദുഃഖത്തോടുകൂടെയാണ് എല്ലാവരും അറിയിക്കുന്നത്. ഇപ്പോൾ തിരുമേനിയുടെ ഭൗതിക ശരീരം തൃശ്ശൂർ ഹൈറോഡിലുള്ള മെട്രോപൊളിറ്റൻ ആരംഭങ്ങളിലാണ്. ഇവിടെ നിന്നും ഏകദേശം 2 മണിക്കൂർ കഴിയുന്നതിനകത്ത് അത് വലിയ പള്ളിയിൽ മാർത്തുമറിയം വലിയ പള്ളിയിൽ. അതിനുശേഷം ഇന്ന് രാത്രി നാളെ മറ്റന്നാൾ, അതായത് 9-ാം തീയതി അത് മാർത്തുമറിയം വലിയ പള്ളിയിൽ തന്നെ ദർശനത്തിനായി. അതിനുശേഷം വ്യാഴാഴ്ച കാലത്ത് 7 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അതിനുശേഷം 10 മണിക്കാണ് പൊതുവായിട്ടുള്ള അനിത ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആ പൊതുവായിട്ടുള്ള അനിത ശുശ്രൂഷയിൽ അതിനുശേഷം 11 മണിക്ക് നമ്മൾ നഗരി കാണിക്കൽ ആയിട്ട് തൃശ്ശൂർ റൗണ്ടിൽ നഗരി കാണിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നഗരി കാണിക്കൽ തിരിച്ചു വന്ന് 1 മണിക്കൂർ കൂടെ ഭൗതിക ശരീരം വലിയ പള്ളിയുടെ തൊട്ടടുത്തുള്ള കുരുവിളച്ചൻ കല്ലറ പള്ളിയിൽ, കുരുവിളച്ചൻ പള്ളിയിൽ അവിടെ മറ്റുള്ള തിരുമേനിമാരൊക്കെ അവിടെയാണ് നടത്തിയിരിക്കുന്നത്. അവിടെ തന്നെ അടക്കം ചെയ്യുന്നത്. അതാണ് ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടർന്ന് 3 മണിക്ക് തിരുമേനിയുടെ അനുശോചന സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ്. മാർ എഫ്രേമിന്റെ ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യൊപ്പ്. 1000 പൂർണ്ണചന്ദ്രന്റെ പൂനിലാവിനാൽ പ്രശോഭിതമായ ഡോക്ടർ മാർ എഫ്രേം മെത്രാപ്പൊലീത്തയുടെ ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യൊപ്പ്. ആത്മീയ പിതാവിന് 85 ജന്മദിനമായിരുന്നു കഴിഞ്ഞ ജൂൺ 13. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആത്മീയ പിതാവായ ഇദ്ദേഹം ഇന്ത്യൻ സഭയുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെയും ആത്മീയ പിതാവാണ്. 64 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 57 വർഷം ഭാരത സഭയെ നയിച്ചു.
ക്രൈസ്തവ ചരിത്ര വിജ്ഞാന ലോകം എന്ന് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. സഭയുടെ അഭിമാനമായ ഡോക്ടർ മാർ അപ്രയം മെത്രാപ്പോലീത്ത തിരുമേനിയുടെ 78ാമത്തെ ഗ്രന്ഥമാണ് ആത്മീയ സഞ്ചാരി എന്ന് പേരിട്ട തൻ്റെ ജീവചരിത്ര പുസ്തകം 2023 മാർച്ച് 10 വെള്ളിയാഴ്ച പ്രകാശനം ചെയ്തത്. തിരുമേനിയുടെ അവസാനത്തെ പുസ്തകമായിരുന്നു. തൃശ്ശൂരിലെ മത, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം അസാമാന്യ വ്യക്തിത്വത്തിന് ഉടമയാണ്. മെത്രാപ്പോലിത്ത പദവിയിൽ 54 വർഷത്തിലേറെ സഭയിൽ സേവനമനുഷ്ഠിച്ചു. മൂക്കൻ കുടുംബത്തിലെ കൊച്ചോസെഫ് ദേവസിയുടെയും പറപ്പുള്ളി അന്തോണി മകൾ കൊച്ചുമറിയത്തിൻ്റെയും 10 മക്കളിൽ 4ാമനായി 1940 ജൂൺ 13 ജോർജ് ഡേവിഡ് മൂക്കൻ ജനിച്ചു. കാൽഡിയൻ സിറിയൻ സ്കൂൾ, CMS സ്കൂൾ എന്നീ പള്ളിക്കൂടങ്ങളിൽ ഹൈസ്കൂൾ പഠനം പൂർത്തീകരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പാസ്സായി. ലിയോണാർഡ് തിയോളജിക്കൽ കോളേജ് ജബൽപൂർ, സെന്റ് ബോണിഫൈഡ് കോളേജ് ലണ്ടൻ, UT കോളേജ് ബാംഗ്ലൂർ, പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി, യൂണിയൻ തിയോളജിക്കൽ സെമിനാരി ന്യൂയോർക്ക് എന്നീ ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിൽ KSRTCയുടെ ഇലക്ട്രിക് ബസ് സർവീസ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ 3 KSRTC ഇലക്ട്രിക് ബസ്സുകളുടെ സേവനം ഉറപ്പു നൽകി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ തൃശൂർ KSRTC നവീകരണവും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ KSRTC ബസ്സുകളുടെ സേവനത്തിന്റെയും ഭാഗമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, KSRTC MD പ്രമോദ് ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ ദിവസം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ KSRTC ബസ്സുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജന്റെ നേതൃത്വത്തിൽ സാധ്യതാ പരിശോധന നടത്തിയിരുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്ക് തുറന്നു നൽകുമ്പോൾ കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ പാർക്കിനകത്ത് ഒരുക്കുന്നതിനായാണ് KSRTC ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്നത്. 6.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പാർക്ക് നടന്നു കാണുക എന്നത് ബുദ്ധിമുട്ടുള്ളവർക്കായി കൂടിയാണ് ബസ് സേവനങ്ങൾ ഒരുക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിനടുത്ത് നിന്ന് ആരംഭിക്കുന്ന ബസ് പാർക്കിനകത്ത് കൂടി യാത്ര ചെയ്യും. പാർക്കിനകത്തെ പ്രത്യേക പോയിന്റുകളിൽ ആളുകൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുവാനും കയറുവാനുമുള്ള സൗകര്യമുണ്ടാകും. ഇതുവഴി ഒരു തവണ ബസ് ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ബസ്സിൽ കയറി ഓരോ പോയിന്റുകളിൽ ഇറങ്ങി കാഴ്ചകൾ ആസ്വദിച്ച് അതേ ടിക്കറ്റ് ഉപയോഗിച്ച് അടുത്ത പോയിന്റിലേക്കും അങ്ങനെ സുവോളജിക്കൽ പാർക്ക് മുഴുവനായും ആസ്വദിക്കാനാകും. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണം. യോഗം ചേർന്നു. KSRTC പരിസരം മന്ത്രിമാർ സന്ദർശിച്ചു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആധുനിക KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം കാലതാമസമില്ലാതെ ചെയ്തു തീർക്കാൻ യോഗം തീരുമാനിച്ചു. ഒരാഴ്ചക്കകം നിലവിലുള്ള KSRTC കെട്ടിടം പൊളിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കും. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള നടപടികൾ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. തൃശൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന രീതിയിലായിരിക്കും ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, KSRTC MD പ്രമോദ് ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ബസ്സുകൾ കൃത്യമായി കയറ്റി നിർത്താനും തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ള മികച്ച സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് ഇതേ സ്ഥലത്ത് നിർമ്മിക്കുക. പുതിയ പദ്ധതിയുടെ രൂപരേഖയും രേഖാചിത്രവും ഉൾപ്പെടെ തയ്യാറാക്കും. കാന്റീനും യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കുന്നതിനുള്ള ഇടവും ശുചിമുറിയും ഒരുക്കും. സ്ഥലത്തെ ഗതാഗതത്തിന് കൃത്യത വരുത്തിക്കൊണ്ട് ബസ്സുകൾക്ക് പോകുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. കോർപ്പറേഷന്റെ നല്ല രീതിയിലുള്ള സഹകരണം ആവശ്യമാണെന്നും നിലവിലുള്ള KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചാൽ യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നും P ബാലചന്ദ്രൻ MLA പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധിപ്പിക്കുന്ന നിലയിൽ ആകാശപാത ഒരുക്കും. കോർപ്പറേഷൻ ഏറ്റെടുത്ത് ആകാശപാത നിർമ്മാണം നടത്താമെന്ന് മേയർ യോഗത്തെ അറിയിച്ചു. KSRTC ബസ് സ്റ്റാൻഡ് തൃശൂർ നിയോജകമണ്ഡലം MLAയുടെ നവകേരളം സദസ് ഫണ്ടിൽ നിന്നും 7 കോടി രൂപയും 2024-25 ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപയും ഉപയോഗിച്ചാണ് നവീകരിക്കുന്നത്. ഇനിയും ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നും തുക നൽകുമെന്ന് MLA യോഗത്തെ അറിയിച്ചു. യോഗത്തിൽ PWD സ്ട്രക്ചറൽ എഞ്ചിനീയർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KSRTC PWD ഉദ്യോഗസ്ഥർ, കൗൺസിലർമാരായ സതീഷ് കുമാർ, അനൂപ് ഡേവിസ് കാട, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് ശേഷം മന്ത്രിമാരും സംഘവും KSRTC ബസ് സ്റ്റാൻഡും പരിസരവും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നാളെ സ്വകാര്യ ബസ് സമരം.
സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇതോടെ പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. നാളെ നടക്കുന്നത് സൂചനാ ബസ് സമരമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസഷൻ കാർഡ് തടയുക, 140 കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപനം. ബുധനാഴ്ച സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്യുന്ന അഖിലേന്ത്യാ പണിമുടക്ക് BMS ഒഴികെയുള്ള യൂണിയനുകൾ പങ്കെടുക്കും. സ്വകാര്യ KSRTC ബസ്സുകളും വാഹനങ്ങളും പണിമുടക്കുമെന്നും കടകൾ അടച്ചിടണമെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് LDF നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF പ്രവർത്തകർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത്. തലൂരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. പിന്നീട് ഏറെ നേരം മുദ്രാവാക്യം വിളികളുമായി ടോൾ പ്ലാസയിൽ സംഘടിച്ചു നിന്നു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, CL ജോയ്, CT ജോഫി, CR വത്സൻ, ജേസൺ മാണി, ഷൈജു, ബഷീർ, പോളം ചാക്കോ, ഗോപിനാഥ് താറ്റാട്ട്, യൂജിൻ മൊറേലി, VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. 5 ഇടങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻകരുതലുകളില്ലാതെ, ക്രമീകരണങ്ങളില്ലാതെ ഉച്ചയുയർന്ന വേഗത്തിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരെ അനുദിനം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ ടോൾ പ്ലാസയിൽ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്.
വളരെ വർഷങ്ങളായി ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. റോഡ് പണിയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, പരിഹാരങ്ങൾ ഉണ്ടായിട്ട് വേണം അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർച്ച് ഇവിടേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോട്, ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അത് നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിക്കൊണ്ട് ഈ ടോൾ പ്ലാസയിലേക്ക് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയെ തകർക്കുന്ന ഇടത് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അത്താണി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജ് പരിസരത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ നിത്യാസാഗർ, KN വിനയകുമാർ, രേഷ്മ സുനിൽ, PK മണി, PR രാജകുമാർ, VC ഷാജി, ഗിരീഷ് കുമാർ, NV ഉല്ലാസ്, വിപിൻ കൂടിയടത്ത്, KS രാജേഷ്, KK രഞ്ജിത്ത്, ബിജീഷ് ഭാസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോർജിന് ഇതിനേക്കാൾ നല്ലത് വല്ല വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പണി നിർത്തലാണ് നല്ലത്. അവളുടെ വിചാരം ഈ ചാനൽ ചർച്ചയിൽ 4 ഡയലോഗ് അടിച്ചാൽ മന്ത്രിയാവാന്ന്. ചാനൽ ചർച്ചയിൽ ഡയലോഗ് അടിച്ചാൽ മന്ത്രിയാവൂല. എന്തായിരുന്നു ബഹളം? വീണ ജോർജ് മന്ത്രിയായപ്പോ അതിന്റെ പോക്കും അതിന്റെ വരവും കണ്ടപ്പോ ഇപ്പൊ അങ്ങോട്ട് മെഡിക്കൽ കോളേജൊക്കെ ശരിയാക്കുന്ന. പക്ഷെ ആ പോക്കും വരവും മാത്രമേ ഉള്ളൂ. പിന്നെന്താ, നാട്ടിലെ ജനങ്ങൾക്ക് ഒരു കാര്യമില്ല. എല്ലാം പോകുന്നതിന് ഒരു സാരി മാറും. എല്ലാ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ വേറെ സാരി ഇടും. ആരോടെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ സാരിയുടെ കമ്പം കാണിക്കും. നല്ല സാരി കൊടുത്തത് കൊണ്ടോ കഴുത്തിൽ വലിയ മാല ഇട്ടത് കൊണ്ടോ ഒന്നും മന്ത്രിപ്പണിക്ക് പറ്റിയതല്ല. വീണ ജോർജ് ഹെൽത്ത് മിനിസ്റ്റർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വേറെ വല്ല പണിക്കും പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് പറ്റിയ പണിയുണ്ടല്ലോ, ആ പണിക്ക് പോയാൽ പോലെ. അതല്ല നല്ല പണി. അതാണ് നല്ല പണി. നിങ്ങൾക്ക് പറ്റിയ പണി ചാനലിൽ പോയിരിക്കല. വെക്കോ. ഈ പാവപ്പെട്ട ജനങ്ങളെ ചുറ്റിക്കണോ? ഈ പാവപ്പെട്ട ജനങ്ങളെ വിഷമിപ്പിക്കണോ? ഒരു മന്ത്രിയുടെ ചുമതല പറയാണ്. സിസ്റ്റത്തിന്റെ തകരാറ്, എന്റെ തകരാറല്ല, സിസ്റ്റത്തിന്റെ. ആശ്രമത്തിലെ സിസ്റ്റത്തിന്റെ തകരാറല്ല, അവളുടെ തലയുടെ കുഴപ്പമാണ് ഈ നാട്ടിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും. സിസ്റ്റമല്ല. എന്ത് സിസ്റ്റം? ഇതിനെയൊക്കെ മാന്യമായ ഭാഷ പോലും ഉപയോഗിക്കാൻ പാടില്ല. കോട്ടയത്ത് 1. എനിക്ക് തോന്നുന്നു 190 കോടി രൂപ മറ്റേ ചെലവാക്കിയിട്ട് അവിടെ 1-ാം തരം കെട്ടിടം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിലേക്ക് ആളെ മാറ്റിയാൽ മതി. പക്ഷെ ഇവർക്ക് സൗകര്യം കിട്ടിയിട്ടില്ല ഉദ്ഘാടനം ചെയ്യാൻ. ആ ഉദ്ഘാടനം ചെയ്യാൻ സമയം വൈകിയതുകൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവൻ പോയി. ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്ന് അവരുടെ വീട്ടിൽ പോയി. ഞാൻ ശോഭാ സുരേന്ദ്രനോട് സംസാരിച്ചു. നിങ്ങൾ പോയോ? ഞാൻ പോയി. മക്കളെ കണ്ടോ? ഇല്ല. അതെന്ത് പറ്റി? മക്കളെ CPM അടിച്ചു മാറ്റി CPM ഓഫീസ് കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ വെച്ച് പറയാം, നിങ്ങൾക്ക് ജോലി തരാം. നവീൻ എന്ന് പറയുന്ന മകൻ, ആ മകനോട് പറയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി തരാം. ആ കൊച്ചെന്താ പറഞ്ഞെന്നറിയോ? വാസ്തവത്തിൽ എനിക്ക് അഭിമാനം തോന്നി. എന്റെ അമ്മ പിടഞ്ഞു മരിച്ച എന്റെ അമ്മയുടെ രക്തം കൊണ്ട് രക്തപങ്കിലമായ മെഡിക്കൽ കോളേജിൽ എനിക്ക് ജോലി. പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രതിഭ ആദരവും പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. പ്രതിഭകളെ ആദരിക്കൽ, അഗ്രികൾച്ചറൽ ഫാമിംഗ് ആൻഡ് പ്രോസസിംഗ് സെന്റർ ഉദ്ഘാടനം, കാർഷിക വായ്പ നിക്ഷേപ സമാഹരണം, മിൽമ ഷോപ്പി തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ MLA നിർവഹിച്ചു. ബാങ്കിന്റെ കുടിശ്ശിക പിരിച്ചെടുക്കുകയും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ശേഖരിക്കുകയും നിക്ഷേപകരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത്. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി ബാങ്ക് നവീകരിക്കുകയും ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PG ഷാജി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, ബാങ്ക് സെക്രട്ടറി MJ ഷാനി, TG ജയൻ, TS മുരളീധരൻ, കാർഷികേതര തൊഴിലാളി സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, സെബി ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ പ്രതിഭകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സംഘം ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കേരളത്തിന്റെ വികസനത്തിൽ 1957 EMS ഗവൺമെന്റ് മുതൽ നിരവധിയായ LDF ഗവൺമെന്റ് ഇടപെടലുകളുണ്ട്. അതോടൊപ്പം തന്നെ സഹകരണ മേഖല വഹിച്ച പങ്കുണ്ട്. ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ നഗരേത ഗ്രാമേത എന്നറിയാത്ത നിലയിൽ കേരളം മാറിയെങ്കിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പങ്കുണ്ട്. എന്തുകൊണ്ട് നമുക്ക് 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹകരണ സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ, മക്കളുടെ വിവാഹ കാര്യങ്ങൾക്ക് വിദേശത്തേക്ക് അയക്കാൻ, ഒരു ചെറിയൊരു പറമ്പ് വാങ്ങാൻ, ഒരു വീട് വയ്ക്കാൻ, ഒരു കച്ചവടം തുടങ്ങാനൊക്കെ നമുക്ക് ഓടി വന്നാൽ പണം കിട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനമാണ് സഹകരണ സ്ഥാപനങ്ങൾ. അങ്ങനെ നമ്മൾ ഈ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഏതെങ്കിലും തരത്തിൽ മിച്ചമുണ്ടെങ്കിൽ അത് ആ മിച്ചമൊക്കെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാവുന്ന അവസ്ഥ വന്നു. ഒരുപാട് ഫണ്ടുകൾ വന്നു. അത് ഉപയോഗപ്പെടുത്തി നേരത്തേക്കുണ്ടായിരുന്ന 10,000 സിമ്പിൾ ലോണുകളൊക്കെ മാറി. കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ, സാധാരണക്കാർക്ക് ആശുപത്രികളിൽ പോലും മരണഭീതി വിതച്ച LDF സർക്കാരിനെതിരെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP സിറ്റി ജില്ലാ കമ്മിറ്റി ജില്ലാ ആശുപത്രി മാർച്ച് നടത്തി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായ യോഗത്തിൽ മുൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രഭാരിയുമായ MV ഗോപകുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യരംഗത്തെ പാടെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി വീണ ജോർജ് നടത്തുന്നത്. സ്വകാര്യ മേഖലയുമായി കൈകോർത്ത് സർക്കാർ മേഖലയെ തകർക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രമം എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനാവില്ല. മന്ത്രിമാരുടെ ആർഭാടവും ചുറ്റിക്കറങ്ങലും കുറച്ചാൽ മരുന്ന് കമ്പനികൾക്കുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഴിയും. മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാതായിട്ടും ഉപകരണങ്ങൾ പണിമുടക്കിയിട്ടും മാസങ്ങളായി. എന്നിട്ടും അതിനെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MV ഗോപകുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ട് ഡോക്ടർ ഭീം ജയരാജ്, ജില്ലാ ജനറൽ സെക്രട്ടറിയായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, പൂർണിമ സുരേഷ്, സുധീഷ് മേനോത്തുപറമ്പിൽ, സൗമ്യ സലേഷ്, സർജു T, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിമാരായ മുരളി കൊളങ്ങാട്ട്, നിജി KG, സജിനി മുരളി, റിക്സൺ ചെവിടൻ, പ്രവീൺ PP, വിൻഷി അരുൺകുമാർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് സി മേനോൻ, അശ്വിൻ വാര്യർ, വിശ്വൻ MR എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കി. കാർഷിക സർവകലാശാല പെൻഷൻകാരുടെ സമരം 19ാം ദിവസത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം 18ാം ദിവസം CPIM മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗം സാജൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷത വഹിച്ചു. VS സത്യശീലൻ, രമേശ് ചന്ദ്രൻ, ഡോക്ടർ B സുമ എന്നിവർ സംസാരിച്ചു. MR ശങ്കരനാരായണൻ, B സുമ, NK മുരളീധരൻ, PK ശ്രീകുമാർ, രാധാകൃഷ്ണൻ MV, PP പ്രേമ, PR ശിവശങ്കരൻ, ഡോക്ടർ എസ്റ്റലിറ്റ, PV രാധ, AN മോഹനൻ എന്നിവർ സത്യാഗ്രഹമിരുന്നു. ഫാം വർക്കേഴ്സ് യൂണിയൻ CITU പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു. യൂണിയൻ സെക്രട്ടറി സുരേഷ് ബാബു സംസാരിച്ചു. നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. മുട്ടേണ്ട വാതിലുകളെല്ലാം മുട്ടി ഇവിടെ നിന്നും കൃത്യമായ ഒരു മറുപടി ലഭിക്കാത്തതിന്റെ അവസാനമെന്ന ഘട്ടത്തിലാണ് കാർഷിക സർവകലാശാലയുടെ ആസ്ഥാന കേന്ദ്രത്തിനകത്ത് തന്നെ മുൻപിൽ ഇത്തരമൊരു സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതിന്റെ തുടക്കഘട്ടം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അതിന്റെ ഭരണനിർവഹണ കേന്ദ്രത്തിന് മുമ്പിൽ 60 വയസ്സ് കഴിഞ്ഞ ഈ പെൻഷൻകാർ നടത്തിയ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ
ഭീകരരുടെ ഒരു പ്രകടനമാണ്. കാർഷിക സർവകലാശാലയ്ക്കകത്ത് ഇവർ കടക്കാൻ അർഹരല്ല എന്ന ധിക്കാരപരമായ. കഴിഞ്ഞ 17 ദിവസമായി കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തിവരുന്ന യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം പ്രവർത്തകർ കാർഷിക സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ കൃഷി മന്ത്രിയെ കണ്ട് നിവേദനം നൽകി. 4 വർഷത്തിലധികമായി കമ്മ്യൂട്ടേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്ത സർവകലാശാല അധികൃതർ സമരം ചെയ്യുന്ന പെൻഷൻകാരുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ സമരത്തെ ശത്രുതയോടെ നേരിടുകയാണെന്ന് ചൂണ്ടിക്കാട്ടി. സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരമുണ്ടാക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഉറപ്പ് പാലിക്കപ്പെടുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പെൻഷനേഴ്സ് ഫോറം നേതാക്കൾ അറിയിച്ചു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മുന്നോട്ട് 2025 സംഘാടക സമിതി രൂപീകരിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ 10+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ജേതാക്കളെയും മറ്റ് അക്കാദമിക രംഗങ്ങളിലെ റാങ്ക് ജേതാക്കളെയും വിവിധ മേഖലകളിലെ അവാർഡ് ജേതാക്കളെയും ആദരിക്കുന്ന മുന്നോട്ട് 2025 സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. സേവ്യർ ചില്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, തലപ്പള്ളി താലൂക്ക് സർക്കിൾ കോർപ്പറേറ്റീവ് യൂണിയൻ ചെയർപേഴ്സൺ NK പ്രമോദ്, മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MJ നിജോൺ, കോലഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NR രജീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MU കബീർ, CD ജോസ്, ഡേവിസ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം V മുരളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ എന്നിവർ സംസാരിച്ചു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ യോഗത്തിന് നന്ദി പറഞ്ഞു. മുന്നോട്ട് 2025 സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പങ്കെടുക്കും. പരിപാടി വിജയിപ്പിക്കുന്നതിനായി 301 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. അവരെ കൂടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണത്തിന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ഗൂഗിൾ ഫോം കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അക്കാദമിക് രംഗം കൂടി വിട്ടാൽ പിന്നീട് കായിക രംഗത്ത്, കലാരംഗത്ത്, അത് ഈ പറഞ്ഞ പോലെ സംസ്ഥാന ദേശീയ തലത്തില് ചാമ്പ്യൻഷിപ്പ് നേടിയവര്, വിജയിച്ചവര്. ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. പ്രതി ചാക്കോച്ചി എന്ന് വിളിക്കുന്ന വലപ്പാട് കഴിമ്പ്രം ബീച്ച് സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഷിബിൻ എന്നയാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പ്രതിക്കെതിരെ കൊടുങ്ങല്ലൂർ, മതിലകം, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, ASIമാരായ രാജേഷ് കുമാർ, ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി, സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൽതായ സുറിയാനി സഭ മുൻ മെത്രാപ്പൊലീത്ത മാർ അപ്രൈം തിരുമേനി കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സുവോളജിക്കൽ പാർക്ക് തുറന്നു നൽകുമ്പോൾ KSRTC ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതാ പരിശോധന മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ നടന്നു. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് LDF നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മന്ത്രി വീണയുടെ രാജി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.